ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്നത് സ്കോഡ കരോക്കും സ്കോഡ കുഷാക്കുമാണ്. ഇത് രണ്ടും സ്കോഡയുടെ ഇനി വരാൻ പോകുന്ന രണ്ട് SUVs ആണ്. സ്കോഡ കുഷാക്ക് 2021 ജൂൺ മാസം തന്നെ ലോഞ്ച് ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സ്കോഡ കരോക്ക് 2021 തന്നെ ഇന്ത്യയിലെ CKD റൂട്ട് വഴി വീണ്ടും ലോഞ്ച് ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്ന ഈ സ്കോഡ കരോക്ക് 2020 മോഡലാണ്. ഇത് എനിക്ക് ഡ്രൈവ് ചെയ്യാനൊരു അവസരം കിട്ടിയിരുന്നു. അപ്പോൾ അതേ 1.5 ലിറ്റർ TSI എഞ്ചിൻ തന്നെയാണ് കുഷാക്കിലും വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യുന്നത്. നമുക്ക് ആദ്യം കരോക്കിൻ്റെ റിവ്യൂവിൽ നിന്ന് തുടങ്ങാം. കരോക്ക് സ്കോഡയുടെ ഒരു പ്രീമിയം മിഡ് സൈസ് SUV ആണ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്കോഡ എഴുതി റീപ്ലേസ് ചെയ്തിട്ടാണ് സ്കോഡ കരോക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. 2020 മെയ്യിൽ ആണ് കരോക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. കംപ്ലീറ്റ് ലിബിലിറ്റി യൂണിറ്റായിട്ട് ആകെ 1000 വണ്ടികൾ ആണ് യൂറോപ്പിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് ഇന്ത്യയിൽ എത്തിച്ചത്. CBO ആയിട്ട് വന്നതുകൊണ്ട് വണ്ടിയുടെ വില കുറച്ച് കൂടുതലായിരുന്നു. 25 ലക്ഷം രൂപയായിരുന്നു ഷോറൂം പ്രൈസ് വന്നിരുന്നത്. ആകെ ഒറ്റ വേരിയൻറ്റിലാണ് വണ്ടി വന്നിരുന്നത്. അത് ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള പെട്രോൾ വേരിയൻ്റ് ആയിരുന്നു. 1.5 ലിറ്റർ TSI എഞ്ചിനും 7 സ്പീഡ് DSG ഗിയർ ബോക്സുമാണ് കരോക്കിൽ ഉണ്ടായിരുന്നത്. വില ഇത്രയും കൂടുതലായിരുന്നിട്ട് പോലും മെയ്യിൽ വന്നിട്ട് ഒക്ടോബർ ആയപ്പോൾ തന്നെ 1000 വണ്ടിയും സ്കോഡയ്ക്ക് വിൽക്കാൻ പറ്റി. അപ്പോൾ ഇത് ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയും നല്ല റെസ്പോൺസ് ഇന്ത്യൻ കസ്റ്റമേഴ്സിൽ നിന്നും ഇതിന് ലഭിച്ചത്. കരോക്കിൻ്റെ മെയിൻ കോമ്പറ്റീറ്റേഴ്സ് ജീപ്പ് കോമ്പസ്, ഹ്യുണ്ടായി ടൂസോൺ, ഫോക്സ്വാഗൻ ടീറോക്ക് ഇതൊക്കെയായിരുന്നു. കരോക്കിൻ്റെ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ട്രഡീഷണൽ SUV ഡിസൈൻ പോലെ ഗാംഭീര്യവും തലയെടുപ്പും അത്രയ്ക്കില്ലെങ്കിലും നല്ല ഒതുക്കമുള്ളതും ഒരു മസ്കുലർ ആയിട്ടുള്ള ഡിസൈനായിരുന്നു. ഇതിന് പ്രധാനപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ എല്ലാ ലൈറ്റ്സും LED ആണ്. കോർണറിംഗ് ഫംഗ്ഷനുള്ള ഫോഗ് ലാംപ്സ് ആണ്. 17 ഇഞ്ച് അലോയ് വീൽസ് ആണ്. ബാക്കിലും ഫ്രണ്ടിലും പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ബാക്കിൽ പാർക്കിംഗ് ക്യാമറയും വരുന്നുണ്ട്. പനോരമിക് സൺറൂഫ് വരുന്നുണ്ട്. അണ്ടർ ബോഡി പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഇൻറ്റീരിയറിലെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ സ്റ്റോൺ ബീജ് ലെതർ അപ്പോൾസറിയാണ് വരുന്നത്. അമൺസിൻ്റെ 8 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വരുന്നത്. ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, സ്കോഡ മിറർ ലിങ്ക് കണക്ടിവിറ്റി, നാവിഗേഷൻ, 8 സ്പീക്കർ ഓഡിയോ സിസ്റ്റം എല്ലാം വരുന്നുണ്ട്. ഡ്യുവൽ സോൺ ക്ലൈമട്രോണിക് AC ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം വരുന്നുണ്ട്. വിർച്വൽ കോക്ക്പിറ്റ് വരുന്നുണ്ട്. സ്റ്റിയറിംഗിൽ പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. 12-വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഡ്രൈവർ സീറ്റാണ് വരുന്നത്. ഇതിൽ 3 മെമ്മറി ഫങ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ഡിമ്മിങ് ആയിട്ടുള്ളതും ഹീറ്റഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള എക്സ്റ്റീരിയർ മിറേഴ്സാണ് വരുന്നത്. ഇതിനും 3 മെമ്മറി ഫങ്ഷൻസ് ഉണ്ട്. വളരെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ളതും വെൽ ബിൽറ്റ് ആയിട്ടുള്ളതും ആയ ഇൻറ്റീരിയേഴ്സാണ്. കരോക്കിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ 9 എയർ ബാഗ്സ് വരുന്നുണ്ട്. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വരുന്നുണ്ട്. ABS വിത്ത് EBD വരുന്നുണ്ട്. മൾട്ടി കൊളിഷൻ ബ്രേക്ക് വരുന്നുണ്ട്. ആൻറ്റി സ്ലിപ്പ് റെഗുലേഷൻ വരുന്നുണ്ട്. ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ ലോക്ക് വരുന്നുണ്ട്. ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ വരുന്നുണ്ട്. ടയർ പ്രഷർ മോണിറ്ററിങ് വരുന്നുണ്ട്. iBus ഫാറ്റിഗ് അലർട്ട് എന്ന് പറയുന്നൊരു ഫീച്ചർ വരുന്നുണ്ട്. അതായത് ഡ്രൈവർ അലർട്ടല്ലെന്ന് വണ്ടി സെൻസ് ചെയ്തിട്ട് ഡ്രൈവറിന് വാണിംഗ് കൊടുക്കുന്ന ഒരു ഫീച്ചറാണ് iBus ഫാറ്റിഗ് അലർട്ട്. ഈ ഫീച്ചർ ഇന്ത്യയിലെ സ്കോഡ സൂപ്പർബിന് മാത്രമാണ് സ്കോഡ തരുന്നത്. സൂപ്പർ വെല്ലാൻ ഗേക്ക് മാത്രമാണ്. വണ്ടിയുടെ ബൂട്ട് സ്പേസ് വരുന്നത് 521 ലിറ്ററാണ്. ഇത് 1630 ലിറ്റർ വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇതുകൂടാതെ സ്കോഡയുടെ കുറച്ച് സിംപ്ലി ക്ലവർ ടച്ചസും കരോക്കിൽ വരുന്നുണ്ട്. കരോക്കിൻ്റെ സീറ്റ് സ്കോഡ എതിയുടെ സീറ്റുകൾ പോലെ തന്നെ നമുക്ക് പുറത്തേക്ക് ഊരിയെടുക്കാൻ പറ്റുന്ന ബാക്ക് സീറ്റ്സാണ് കരോക്കിന് വരുന്നത്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ 2020 സ്കോഡ സൂപ്പർബിൽ വന്നിരുന്ന ഒട്ടുമിക്ക ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും കരോക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വില വളരെ കൂടുതലായിരുന്നെങ്കിൽ പോലും ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ച് ഇതിനെ ഒരു വാല്യൂ ഫോർ മണി ഓഫറിംഗ് ആക്കാൻ സ്കോഡ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് കരോക്ക് ഇത്രയും സക്സസ് ആയത്. വളരെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റും വളരെ റിലയബിളും നല്ല പെർഫോമൻസ് ഉള്ളതായിട്ടുള്ളൊരു പെട്രോൾ എഞ്ചിനും ഇത്രയധികം ഫീച്ചേഴ്സും ഉൾക്കൊള്ളിച്ച് ഇറക്കിയപ്പോഴത്തേക്കും വണ്ടി നല്ല സക്സസ് ആയി. ഈ വർഷം തന്നെ CKD റൂട്ടിൽ കരോക്ക് വീണ്ടും ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ CKD റൂട്ട് വഴി വരുമ്പോഴത്തേക്കും വണ്ടിയുടെ വില ഗണ്യമായിട്ട് കുറയാൻ സാധ്യതയുണ്ട്. വണ്ടിയുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ പറ്റി നമുക്ക് അവസാനം പറയാം. സ്കോഡ കുഷാക്കിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും കുഷാക്ക് സ്കോഡ ഇന്ത്യക്ക് വേണ്ടി മാത്രം വികസിപ്പിച്ചെടുത്ത ഒരു കോമ്പാക്ട് SUV ആണ്. 2020 മാർച്ചിൽ ഡൽഹി ഓട്ടോ എക്സ്പോയിലാണ് വിഷൻ IN കൺസെപ്റ്റ് എന്ന പേരിൽ ഈ വണ്ടിയുടെ പ്രോട്ടോടൈപ്പ് സ്കോഡ ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. ആദ്യം ഇതിന് നിശ്ചയിച്ചിരുന്ന പേരുകൾ
ക്ലിക്ക്, കോസ്മിക് എന്നൊക്കെ ആയിരുന്നു. പിന്നീട് ഇന്ത്യയോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു പേരെന്നുള്ള രീതിയിലാണ് കുഷാക്ക് എന്നുള്ള പേര് വന്നത്. ഇത് സംസ്കൃത ഭാഷയിൽ കുഷാക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം രാജാവ്, ചക്രവർത്തി എന്നൊക്കെയാണ്. 2025 1,00,000 വണ്ടികൾ ഇന്ത്യയിൽ വിൽക്കാനാണ് സ്കോഡയുടെ പ്ലാൻ. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് സ്കോഡ ഇന്ത്യക്ക് വേണ്ടി ഒരു മാസ് മാർക്കറ്റ് ഓഫറിംഗ് എന്നുള്ള രീതിയിൽ കുഷാക്ക് അവതരിപ്പിക്കുന്നത്. സ്കോഡയുടെ എല്ലാ SUVസിൻ്റെയും പേര് പോലെ കെയിൽ തുടങ്ങി ക്യൂവിൽ അവസാനിക്കുന്ന ഒരു പേര് തന്നെയാണ് കുഷാക്ക്. കുഷാക്കിൻ്റെ മെയിൻ കോമ്പറ്റീറ്റേഴ്സ് ക്രെറ്റ, സെൽറ്റോസ്, കിക്സ്, ഫോക്സ്വാഗൻ ടൈഗൺ ഇതൊക്കെയാണ്. ഫോക്സ്വാഗൻ ടൈഗണും സ്കോഡ കുഷാക്കും സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഒരുങ്ങുന്നത്. MQB A0iN പ്ലാറ്റ്ഫോം എന്നാണ് ഇതിൻ്റെ പേര്. ഇന്ത്യയിൽ 15 ലക്ഷം കിലോമീറ്റേഴ്സ് പ്രോട്ടോടൈപ്പ് ടെസ്റ്റിംഗ് നടത്തിയതിന് ശേഷമാണ് കുഷാക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. കുഷാക്കിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ട്രഡീഷണൽ SUVയോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ബോൾഡും റഗ്ഗഡും ആയിട്ടുള്ള ഒരു എക്സ്റ്റീരിയർ ഡിസൈനാണ് കുഷാക്കിന് കൊടുത്തിരിക്കുന്നത്. ഒരു ബോക്സി ഷേപ്പുള്ളൊരു വണ്ടിയാണ്. കുഷാക്കിൻ്റെ ഡയമെൻഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ക്രെറ്റ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ നീളവും വീതിയും ഹൈറ്റും കുറച്ച് കുറവാണ്. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 188 mm. ഈ സെഗ്മെൻറ്റിൽ ക്രെറ്റ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ വീൽ ബേസ് കൂടുതലാണ്. ഈ സെഗ്മെൻറ്റിൽ ക്രെറ്റയേക്കാളും സെൽറ്റോസിനേക്കാളും വീൽ ബേസ് കൂടുതൽ കുഷാക്കിനാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ പാസഞ്ചർ സ്പേസ് മാക്സിമം കൂട്ടിയിട്ട് ഇതിൻ്റെ ബൂട്ട് സ്പേസ് കുറച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് 385 ലിറ്ററാണ്. ക്രെറ്റ ബൂട്ട് സ്പേസ് വരുന്നത് 433 ലിറ്ററാണ്. ഇതിൻ്റെ എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ സ്കോഡയുടെ സിഗ്നേച്ചർ ബട്ടർഫ്ലൈ ഗ്രില്ല് വരുന്നുണ്ട്. അതിലൊരു ക്രോം സറൗണ്ട് കൊടുത്തിട്ടുണ്ട്. ക്രിസ്റ്റലൈൻ LED ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. DRLസും വരുന്നുണ്ട്. ബ്ലാക്ക് കളർഡ് ആയിട്ടുള്ള ബമ്പറും ഹണികോംബ് എയർ ഡാമും വരുന്നുണ്ട്. ഒരു 3 സ്ലോട്ട്സ് ഉള്ള ഒരു സ്കിഡ് പ്ലേറ്റ് ആണ് ഇതിൽ വരുന്നത്. 17 ഇഞ്ച് ഡ്യുവൽ ടോൺ അലോയ് വീൽസ് ആണ് വരുന്നത്. ഒരു ബ്ലാക്ക് കളറിലുള്ളൊരു സൈഡ് സിൽ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. അത് വണ്ടിയുടെ ഒരു റഗ്ഗഡ് ലുക്ക് കൂട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട്. ബ്ലാക്ക് കളറിലുള്ള ബി പില്ലറാണ് വരുന്നത്. വിൻഡോയുടെ ഫ്രെയിംസും ബ്ലാക്ക് ആണ്. സൈഡിൽ സ്കോഡയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഫെൻഡറിൽ ഇലക്ട്രിക് സൺറൂഫ് വരുന്നുണ്ട്. പനോരമിക് സൺറൂഫ് അല്ല. റൂഫ് റെയിൽസ് വരുന്നുണ്ട്. ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിനയും വരുന്നുണ്ട്. ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും ബ്ലാക്ക് ബമ്പറാണ് വരുന്നത്. അതിലും ഒരു 3 സ്ലോട്ട്സ് ഉള്ള ഒരു സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ക്രിസ്റ്റലൈൻ LED ടൈൽ ലാംപ്സ് ആണ് വരുന്നത്. അതിനൊരു സ്പെഷ്യൽ ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ പാർക്കിംഗ് ക്യാമറയും പാർക്കിംഗ് സെൻസേഴ്സും വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാ സ്കോഡയിലും വരുന്നത് പോലെ തന്നെ സ്കോഡ എന്ന് വലിയ അക്ഷരത്തിൽ മിഡിൽ എഴുതിയിട്ടുണ്ട്. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേക്കും പിയാനോ ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സാണ് വരുന്നത്. ആംബിയൻ ലൈറ്റ്സ് ഉണ്ട്. 8 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. ഇതിൽ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, സ്കോഡ പ്ലേ ആപ്പ് സപ്പോർട്ട്, 6 സ്പീക്കർ സൗണ്ട് സിസ്റ്റം ഇതെല്ലാം വരുന്നുണ്ട്. സ്കോഡ പ്ലേ എന്ന് പറയുന്നത് സ്കോഡയുടെ പുതിയ കണക്റ്റഡ് കാർ ആപ്പാണ്. ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ വരുന്നത്. 2021 സ്കോഡ സൂപ്പർബിന് വരുന്ന സെയിം സ്റ്റിയറിംഗ് വീല് തന്നെയാണ് കുഷാക്കിനും വരുന്നത്. ഇതിൽ ക്രോം സ്ക്രോളേഴ്സ് വരുന്നുണ്ട്. നല്ല പ്രീമിയം ഫീലുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ അനലോഗ് ടാക്കോമീറ്റർ, അനലോഗ് സ്പീഡോമീറ്റർ, ടെമ്പറേച്ചർ ഗേജ്, ഫ്യൂൽ ഗേജ്, പിന്നെ അതുകൂടാതെ ഒരു വലിയ MID സ്ക്രീൻ മിഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡാഷ്ബോർഡിൽ ഒരു യൂട്ടിലിറ്റി റെസസ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യക്കാരുടെ ഡാഷ്ബോർഡിൽ ഇങ്ങനെ വിഗ്രഹങ്ങളൊക്കെ വയ്ക്കുന്നൊരു ശീലം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം കുഷാക്കിൻ്റെ ഡാഷ്ബോർഡിൽ കൊടുത്തിരിക്കുന്നത്. വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. കൂൾഡ് ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. സ്മാർട്ട് ടിക്കറ്റ് ഹോൾഡർ വരുന്നുണ്ട്. വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് ഫ്രണ്ടിൽ വരുന്നത്. 2 USB പോർട്സ് ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഓട്ടോ ഡിമ്മിങ് ആയിട്ടുള്ള റിയർ വ്യൂ മിററാണ് വരുന്നത്. ബാക്ക് സീറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് 3 ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ ആംറസ്റ്റ് വരുന്നുണ്ട്. ബാക്കിൽ 2 AC വെൻസ് വരുന്നുണ്ട്. ഫ്രണ്ട് സീറ്റ്സിൻ്റെ ബാക്കിൽ സ്മാർട്ട് ഫോൺ വയ്ക്കാനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ 2 USB ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. കുഷാക്കിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് 385 ലിറ്ററാണ്. ഇതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ എല്ലാ വേരിയൻസിനും സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS വിത്ത് EBD വരുന്നുണ്ട്. ഹിൽ ഹോൾഡ് ഫംഗ്ഷൻ വരുന്നുണ്ട്. 2 ISOFIX ചൈൽഡ് സീറ്റ് മൗണ്ട്സ് വരുന്നുണ്ട്. കുഷാക്ക് 2 എഞ്ചിൻ ഓപ്ഷൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനും ഒരു 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനുമാണ് കുഷാക്കിൽ വരുന്നത്. 1 ലിറ്റർ എഞ്ചിൻ റാപ്പിഡിലും പോളോയിലും വരുന്ന സെയിം എഞ്ചിൻ തന്നെയാണ്. അതിൽ കുറച്ചുകൂടി പവർ കൂടിയ ഒരു വെർഷനാണ് കുഷാക്കിൽ വരുന്നത്. റാപ്പിഡിൽ 110 bhp ആണെങ്കിൽ കുഷാക്കിൽ വരുമ്പോഴത്തേക്ക് 115 bhp 175 Nm ടോർക്കുമാണ് ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് 6 സ്പീഡ് മാനുവലിലും 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടറിലും അവൈലബിൾ ആണ്. 1 ലിറ്റർ
TSI എഞ്ചിൻ. പിന്നെ വരുന്നത് 1.5 ലിറ്റർ TSI എഞ്ചിനാണ്. അതിന് 150 bhp പവറും 250 Nm ടോർക്കുമാണ് 1.5 എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതും 6 സ്പീഡ് മാനുവലിലും 7 സ്പീഡ് DSG ഗിയർ ബോക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 1.5 ലിറ്റർ TSI എഞ്ചിൻ വന്ന കാറുകളിൽ ആദ്യമായിട്ടാണ് ഒരു വണ്ടിയിൽ 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് വരാൻ പോകുന്നത്. 1 ലിറ്റർ TSI എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ എഞ്ചിൻ ഉപയോഗിക്കുന്ന പോളോയും റാപ്പിഡും വെൻഡോയും അതാത് സെഗ്മെൻറ്റുകളിൽ ഫാസ്റ്റസ്റ്റ് ആക്സലറേറ്റിംഗ് ആയ കാറുകളാണ്. അത്രയ്ക്ക് നല്ല പെർഫോമൻസ് ഉള്ള എഞ്ചിൻ തന്നെയാണ്. കരോക്കിന് പോളോയെക്കാളും റാപ്പിഡിനേക്കാളും വെയിറ്റ് കൂടുതലായതുകൊണ്ട് കുഷാക്കിലേക്ക് വരുമ്പോഴത്തേക്കും പെർഫോമൻസ് ചെറിയ രീതിയിൽ കുറയാൻ സാധ്യതയുണ്ട്. 1.5 ലിറ്റർ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ അത് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ഒരു 4 സിലിണ്ടർ എഞ്ചിനാണ്. അതിന് സിലിണ്ടർ ഡീആക്ടിവേഷൻ ടെക്നോളജി വരുന്നുണ്ട്. അതായത് നമ്മൾ സ്ലോ ആയിട്ട് ഓടിക്കുമ്പോഴത്തേക്കും ഒരു സിലിണ്ടർ ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് ഒരു 3 സിലിണ്ടർ എഞ്ചിനായിട്ട് വർക്ക് ചെയ്യാൻ അതിന് പറ്റും. അപ്പോൾ അങ്ങനെ അതിന് മൈലേജ് കൂടുതൽ കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത്. ഈ എഞ്ചിൻ്റെ പവർ വരുന്നത് 150 bhpയും ടോർക്ക് വരുന്നത് 250 Nm ആണ്. 150 bhp എന്ന് പറയുമ്പോഴത്തേക്കും മാർക്ക് 1 VRSൻ്റെ പവറാണ്. അപ്പോൾ 8.3 സെക്കൻഡ്സിൽ 0 to 100 കയറുന്ന 235 km/h ടോപ്പ് സ്പീഡുള്ളൊരു വണ്ടിയായിരുന്നു മാർക്ക് 1 VRS. ഈ എഞ്ചിൻ VRSൻ്റെ എഞ്ചിൻ പോലെ അത്രയും സ്പോർട്ടിയും വയലൻറ്റും ആയിട്ടുള്ള എഞ്ചിനല്ല. ഡ്രൈവബിൾ ആയിട്ടുള്ളതും ലിനിയർ പവർ ഡെലിവറി ഉള്ളതുമായ എഞ്ചിനാണ്. 6000 RPM ആണ് ഇതിൻ്റെ റെഡ് ലൈൻ. പഴയ VRSൻ്റെ റെഡ് ലൈൻ 7000 RPMന് മുകളിലായിരുന്നു. ഈ എഞ്ചിൻ മാക്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതും 6000 RPM തന്നെയാണ്. ഫുൾ ഡ്രൈവ് ചെയ്ത് ഫുൾ പവർ എക്സ്ട്രാക്ട് ചെയ്ത് എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന എഞ്ചിൻ തന്നെയാണ്. ടർബോ ലാഗ് ഒന്നും ഇല്ല, ലിനിയർ ആയിട്ടുള്ള പവർ ഡെലിവറിയാണ്. മിഡ് റേഞ്ചിൽ നല്ല പെർഫോമൻസ് ആണ്. കരോക്കിന് 0 to 100 കയറാൻ വേണ്ട സമയം 9 സെക്കൻഡ്സ് ആണ്. കരോക്കിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത് 202 km/h ആണ്. കുഷാക്കിന് സെയിം എഞ്ചിനും സെയിം ഗിയർ ബോക്സും വരുമ്പോഴത്തേക്കും അതിൻ്റെ വെയിറ്റ് അഡ്വാൻറ്റേജ് കൊണ്ട് ഇതിൽ നല്ല പെർഫോമൻസ് കുഷാക്കിന് കാഴ്ചവെക്കാൻ പറ്റും. മാത്രമല്ല കുഷാക്കിന് ഒരു 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ഓപ്ഷൻ വരുന്നുണ്ട്. അതോടെ വരുമ്പോഴത്തേക്കും മാനുവൽ ഗിയർ ബോക്സ് ഓപ്ഷൻ കൂടെ വരുമ്പോഴത്തേക്കും കുഷാക്കിന് 0 to 100 9 സെക്കൻഡിൽ താഴെ സമയം മതിയാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പം ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആക്സലറേറ്റിംഗ് ആയിട്ടുള്ള കാറ് കുഷാക്കിൻ്റെ 1.5 മാനുവൽ വേരിയൻ്റ് ആയിരിക്കും. റൈഡ് ആൻഡ് ഹാൻഡ്ലിങ്ങിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും കരോക്ക് നല്ല റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ബാലൻസ് ഉള്ള ഒരു വണ്ടിയാണ്. ഒരേ സമയം നല്ല റൈഡ് ക്വാളിറ്റി തരുന്നതും എന്നാൽ ഒരു അണ്ടർലൈങ് സ്റ്റിഫ്നെസ് തരുന്നതുമായിട്ടുള്ള സസ്പെൻഷനാണ്. ഒരേ സമയം ഈസി ടു ഡ്രൈവും ഒരു ഡ്രൈവിംഗ് എന്തൂസിയാസിനെ തൃപ്തിപ്പെടുത്താൻ കഴിവുള്ളതായിട്ടുള്ള വണ്ടിയാണ് കരോക്ക്. കുഷാക്കിനും അതേ റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ബാലൻസ് ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സെഗ്മെൻറ്റിലെ ബെസ്റ്റ് ഡ്രൈവേഴ്സ് കാർ കുഷാക്കായിരിക്കും. കുഷാക്ക് 1.5 TSI മാനുവലായിരിക്കും ഈ സെഗ്മെൻറ്റിലെ പുതിയ ഹീറോ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കരോക്കിൻ്റെ വില പ്രതീക്ഷിക്കുന്നത് 9.5 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെയാണ് ഷോറൂം പ്രൈസ് പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ നല്ലൊരു കാരണമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.